ശാന്തി പ്രഭാതമുരളി 31/7/25 ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് വളരെ സ്നേഹത്തോടെ ബാബ ഗുഡ് മോർണിംഗ് എന്ന് പറയൂ. ഈ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ സതോപ്രധാനമായി മാറുന്നത്. ചോദ്യം: ആക്യുറേറ്റ് ഓർമ്മയിലൂടെ ബാബയുടെ കറണ്ട് നേടുന്നതിനായി ആവശ്യമായ മുഖ്യ ഗുണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: വളരെയധികം ക്ഷമയോടെ, വിവേകത്തോടെ, ഗംഭീരതയോടെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഓർമ്മിക്കുന്നതിലൂടെ ബാബയുടെ കറണ്ട് ലഭിക്കും. ആത്മാവ് സതോപ്രധാനം ആയിക്കൊണ്ടിരിക്കും. നിങ്ങളെ ഇപ്പോൾ ബാബയുടെ ഓർമ്മ അലട്ടിക്കൊണ്ടേയിരിക്കണം. കാരണം ബാബയിലൂടെ വളരെ ഭാരിച്ച സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമായി മാറുന്നു. സർവ ദൈവിക ഗുണങ്ങളും വന്നു ചേരുന്നു. ഓം ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തത്വം, അതായത് നിങ്ങൾ ആത്മാക്കളും ശാന്ത സ്വരൂപമാണ്. നിങ്ങൾ സർവ ആത്മാക്കളുടെയും സ്വധർമ്മം തന്നെ ശാന്തിയാണ്. ശാന്തിധാമത്തിൽ നിന്നും പിന്നെ ഇവിടെ വന്ന് ടോക്കി ആകുന്നു. ഈ കർമ്മേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മാവ് ചെറുതോ വലുതോ ആകുന്നില്ല. ശരീരം ചെറുതും വലുതും ആകുന്നു. ബാബ പറയുന്നു, ഞാൻ ശരീരധാരി അല്ല. എനിക്ക് കുട്ടികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിനായി വരേണ്ടതുണ്ട്. ഒരാൾ പിതാവാണെന്നിരിക്കട്ടെ, അയാളിലൂടെ കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ ആ കുട്ടി ഞാൻ പരംധാമത്തിൽ നിന്നും വന്ന് ജന്മമെടുത്ത് മാതാപിതാവുമായി കൂടിക്കാഴ്ച നടത്താൻ വന്നിരിക്കുകയാണ് എന്ന് പറയില്ല. ഏതെങ്കിലും പുതിയ ആത്മാവ് ആരുടെയെങ്കിലും ശരീരത്തിൽ വരികയാണെങ്കിൽ, അഥവാ ഏതെങ്കിലും പഴയ ആത്മാവ് ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ മാതാപിതാവുമായി കണ്ടുമുട്ടാൻ വന്നിരിക്കുകയാണ് എന്ന് പറയില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കലി മാതാപിതാക്കളെ ലഭിക്കുന്നു. ഇവിടെ ഇത് പുതിയ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ പരംധാമത്തിൽ നിന്നും വന്ന് കുട്ടികളായ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നോളജ് നൽകുന്നു. കാരണം ഞാൻ നോളജ്ഫുള്ളാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഞാൻ വരുന്നത് കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുവാനാണ്. രാജയോഗം പഠിപ്പിക്കുവാനാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ സംഗമത്തിലാണ്. പിന്നെ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ പാവനം തീർച്ചയായും ആകേണ്ടതുണ്ട്. ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ആഹാ, പരിധിയില്ലാത്ത ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ സതോപ്രധാനവും വിശ്വത്തിൻ്റെ അധികാരിയുമാകും. ബാബ കുട്ടികളെ എത്രമാത്രം സ്നേഹിക്കുന്നു. കേവലം ടീച്ചറിൻ്റെ രൂപത്തിൽ പഠിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നു. ഓർമ്മയുടെ യാത്രയും പഠിപ്പിക്കുന്നു. അപ്പോൾ വിശ്വത്തിൻ്റെ അധികാരി ആക്കുന്നവനും പതീതത്തിൽ നിന്നും പാവനം ആക്കുന്നവനുമായ ബാബയോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം ശിവ് ബാബയോട് ഗുഡ് മോർണിംഗ് പറയേണ്ടതാണ്. കുട്ടികൾ തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് എത്രത്തോളം പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നുണ്ട്? രാവിലെ എഴുന്നേറ്റ് ബാബയോട് ഗുഡ് മോർണിംഗ് പറയണം. ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിലിരിക്കണം. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറും. മുഖ്യമായത് തന്നെ ഓർമ്മയാണ്. ഇതിലൂടെ ഭാവിയിലേക്ക് വേണ്ടി വളരെ ഭാരിച്ച സമ്പാദ്യം ഉണ്ടാകുന്നു. കൽപ്പകൽപ്പാന്തരങ്ങളിലേക്ക് ഈ സമ്പാദ്യം ഉപയോഗത്തിൽ വരും. നിങ്ങൾ വളരെയധികം ക്ഷമയുള്ളവരായി ഗംഭീരതയോടെയും വിവേകത്തോടെയും ഓർമ്മിക്കണം. സ്ഥൂലമായ കണക്കിൽ നമ്മൾ ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആക്യുറേറ്റായി ഓർമ്മിക്കുന്നതിൽ പ്രയത്നമുണ്ട്.
ആരാണോ ബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നത് അവർക്ക് കറണ്ട് കൂടുതൽ ലഭിക്കുന്നു. കാരണം ഓർമ്മയിലൂടെ ഓർമ്മ ലഭിക്കുന്നു. യോഗവും ജ്ഞാനവും രണ്ട് വസ്തുക്കളാണ്. യോഗത്തിൻ്റേത് വളരെ ഭാരിച്ച സബ്ജക്റ്റാണ്. യോഗത്തിലൂടെ തന്നെയാണ് ആത്മാവ് സതോപ്രധാനം ആകുന്നത്. ഓർമ്മ കൂടാതെ സതോപ്രധാനമാകുന്നത് അസംഭവ്യമാണ്. നല്ല രീതിയിൽ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് ലഭിക്കും, ഹെൽത്തിയായി മാറും. കറണ്ടിലൂടെ ആയുസ്സും വർദ്ധിക്കുന്നു. കുട്ടികൾ ഓർമ്മിക്കുന്നുവെങ്കിൽ ബാബയും സെർച്ച് ലൈറ്റ് നൽകുന്നു. മധുരമായ കുട്ടികൾ ഇത് ഉറച്ച രീതിയിൽ ഓർമ്മ വയ്ക്കണം. ശിവ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ശിവ് ബാബ പതീത പാവനുമാണ്, സദ്ഗതി ദാതാവുമാണ്. സദ്ഗതി എന്നാൽ സ്വർഗത്തിൻ്റെ രാജപദം നൽകുന്നു. ബാബ എത്ര മധുരമാണ്, എത്ര സ്നേഹത്തോടെ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. ബാബ ദാദായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ബാബ കുട്ടികളെ എത്ര സ്നേഹിക്കുന്നു, ഒരു പ്രയാസവും നൽകുന്നില്ല. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ചക്രത്തെയും ഓർമ്മിക്കൂ. ബാബയുടെ ഓർമ്മയിൽ ഹൃദയം പൂർണ്ണമായും ശീതളമാകണം. ഒരു ബാബയുടെ തന്നെ ഓർമ്മ അലട്ടിക്കൊണ്ടിരിക്കണം. കാരണം ബാബയിൽ നിന്നും എത്ര ഭാരിച്ച സമ്പത്താണ് ലഭിക്കുന്നത്. സ്വയം നോക്കണം, നമുക്ക് ബാബയോട് എത്ര സ്നേഹമുണ്ട്, എത്രത്തോളം നമ്മളിൽ ദൈവിക ഗുണങ്ങളുണ്ട്. കാരണം കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ മുള്ളുകളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുമോ അത്രയും മുള്ളിൽ നിന്നും പുഷ്പവും സതോപ്രധാനവും ആയി മാറും. ആരാണോ വളരെ പേരെ മുള്ളിൽ നിന്നും പുഷ്പമാക്കുന്നത് അവരെ തന്നെയാണ് സത്യമായ സുഗന്ധ പുഷ്പം എന്ന് പറയുന്നത്. അവർ ഒരിക്കലും ആരെയും മുള്ളുകൊണ്ട് കുത്തുകയില്ല. ക്രോധവും വലിയ മുള്ളാണ്, വളരെ പേർക്ക് ദുഃഖം നൽകുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മുള്ളുകളുടെ ലോകത്ത് നിന്നും തീരത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ സംഗമത്തിലാണ്. ഏതുപോലെ പൂന്തോട്ടക്കാരൻ പുഷ്പങ്ങളെ പ്രത്യേകം പോട്ടിൽ, അതായത് പൂച്ചട്ടിയിൽ എടുത്തു വയ്ക്കുന്നു, അതേപോലെ തന്നെ പുഷ്പങ്ങളായ നിങ്ങളെയും ഇപ്പോൾ സംഗമയുഗി പോട്ടിൽ പ്രത്യേകം വച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പുഷ്പങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. കലിയുഗി മുള്ളുകൾ ഭസ്മമാകും. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, എത്രത്തോളം നിങ്ങൾ വളരെ പേരുടെ മംഗളം ചെയ്യുമോ അത്രയും നിങ്ങൾക്ക് തന്നെ പ്രതിഫലം ലഭിക്കും. വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുമെങ്കിൽ വളരെ പേരുടെ ആശീർവാദം ലഭിക്കും. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറച്ച ശേഷം ദാനം ചെയ്യണം. ജ്ഞാനസാഗരം നിങ്ങൾക്ക് രത്നങ്ങളുടെ താലങ്ങൾ നിറച്ച് നിറച്ച് നൽകുന്നു. ആര് അത് ദാനം ചെയ്യുന്നുവോ അവർ തന്നെയാണ് സർവർക്കും പ്രിയമായി തോന്നുന്നത്. കുട്ടികളുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കണം. ആര് സെൻസിബിളായ കുട്ടികളായിരിക്കുമോ അവർ പറയും, നമ്മൾ ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും എടുക്കും, പൂർണ്ണമായും പറ്റിച്ചേരും. ബാബയോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. കാരണം പ്രാണൻ നൽകുന്നവനായ ബാബയിൽ ലഭിച്ചിരിക്കുകയാണ് എന്നറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള നോളജിൻ്റെ വരദാനം നൽകുന്നു. അതിലൂടെ നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറുന്നു? ഇൻസോൾവെൻറ്റിൽ നിന്നും സോൾവെൻ്റായി മാറുന്നു. ഇത്രയും ഭണ്ഡാരം നിറഞ്ഞതാക്കുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും സ്നേഹമുണ്ടായിരിക്കും, ആകർഷണമുണ്ടാകും. സൂചി ശുദ്ധമായിരിക്കുമെങ്കിൽ കാന്തത്തിൻ്റെ നേർക്ക് വലിക്കപ്പെടുന്നുവല്ലോ. ബാബയുടെ ഓർമ്മയിലൂടെ തുരുമ്പ് നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു ബാബയുടേതല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരരുത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, അലംഭാവം കാണിക്കരുത്. സ്വദർശന ചക്രധാരിയാകൂ, ലൈറ്റ് ഹൗസ് ആകൂ. സ്വദർശന ചക്രധാരി ആകുന്നതിൻ്റെ പ്രാക്ടീസ് നല്ലതാകുമെങ്കിൽ പിന്നെ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ സാഗരം പോലെയാകും. ഏതുപോലെ സ്റ്റുഡൻറ്റ് പഠിച്ച് ടീച്ചറായി മാറുന്നുണ്ടല്ലോ. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. സർവരെയും സ്വദർശന ചക്രധാരിയാക്കി മാറ്റൂ. അപ്പോൾ തന്നെയാണ് ചക്രവർത്തി രാജാവും റാണിയും ആവുക.
ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളെ കൂടാതെ എനിക്കും അസ്വസ്ഥത ഉണ്ടാകുന്നത് പോലെയാണ്. സമയമാകുമ്പോൾ അസ്വസ്ഥമാകുന്നു. ഇപ്പോൾ ഞാൻ പോകട്ടെ. കുട്ടികൾ വളരെയധികം വിളിക്കുന്നു, വളരെയധികം ദുഃഖിതരാണ്, ദയവുണ്ടാകുന്നു. അതിനാൽ ഞാൻ വരുന്നു, കുട്ടികളായി നിങ്ങളെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ അവിടെ നിന്നും നിങ്ങൾ സ്വയമേ സുഖധാമത്തിലേക്ക് പോകും. അവിടെ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ആവുകയില്ല. തൻ്റെ അവസ്ഥയനുസരിച്ച് നിങ്ങളുടെ ആത്മാവ് പോകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ കറണ്ട് ഓട്ടോമാറ്റിക്കായി നേടുന്നതിനായി വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ഈ ഓർമ്മ തന്നെയാണ് ഹെൽത്തി ആക്കുന്നത്. കറണ്ട് നേടുന്നതിലൂടെ തന്നെയാണ് ആയുസ് വർദ്ധിക്കുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് ബാബയുടെ സെർച്ച് ലൈറ്റ് ലഭിക്കുന്നത്. അലക്ഷ്യം ഉപേക്ഷിച്ച് സ്വദർശന ചക്രധാരിയും ലൈറ്റ് ഹൗസുമാകണം. ഇതിലൂടെ തന്നെയാണ് ജ്ഞാനസാഗരമായി ചക്രവർത്തി രാജാവും റാണിയുമായി മാറുന്നത്. വരദാനം: സർവരെയും സന്തോഷവാർത്ത കേൾപ്പിക്കുന്ന സന്തോഷത്തിൻ്റെ ഖജനാവിനാൽ നിറഞ്ഞ കലവറയായി ഭവിക്കട്ടെ. സദാ തൻ്റെ ഈ സ്വരൂപത്തെ മുന്നിൽ വയ്ക്കൂ. നമ്മൾ സന്തോഷത്തിൻ്റെ ഖജനാവിനാൽ നിറഞ്ഞ കലവറയാണ്. ഏതെല്ലാം എണ്ണമറ്റ അവിനാശി ഖജനാവുകൾ ലഭിച്ചിട്ടുണ്ടോ, ആ ഖജനാവുകളെ സ്മൃതിയിൽ കൊണ്ടുവരൂ. ഖജനാവുകളെ സ്മൃതിയിൽ കൊണ്ടുവരുന്നതിലൂടെ സന്തോഷം ഉണ്ടാകും. എവിടെ സന്തോഷമുണ്ടോ അവിടെ സദാകാലത്തേക്ക് ദുഃഖം ദൂരെയാകുന്നു. ഖജനാവുകളുടെ സ്മൃതിയിലൂടെ ആത്മാവ് സമർത്ഥമായി മാറുന്നു. വ്യർത്ഥം സമാപ്തമാകുന്നു. നിറഞ്ഞ ആത്മാവ് ഒരിക്കലും ചഞ്ചലതയിൽ വരുന്നില്ല. അത് സ്വയവും സന്തോഷമായിരിക്കുന്നു, മറ്റുള്ളവരെയും സന്തോഷവാർത്ത കേൾപ്പിക്കുന്നു. സ്ലോഗൻ: യോഗ്യരാകണം എങ്കിൽ കർമ്മത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് വയ്ക്കൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. സേവനത്തിൽ വാക്കിലൂടെ സന്ദേശം നൽകുന്നതിന് സമയവും എടുക്കുന്നു, സമ്പത്തും വിനിയോഗിക്കപ്പെടുന്നു, ചഞ്ചലതയിലും വരുന്നു, ക്ഷീണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ സേവനത്തിൽ ഇതെല്ലാം ലാഭിക്കും. അപ്പോൾ ഈ സങ്കല്പശക്തിയെ വർദ്ധിപ്പിക്കൂ. ദൃഢതയാൽ സമ്പന്നമായ സങ്കല്പമെടുക്കൂ. അപ്പോൾ പ്രത്യക്ഷതയും വേഗത്തിൽ സംഭവിക്കും. ഡ്രാമയുടെ ചില ഗുഹ്യ രഹസ്യങ്ങൾ സന്ദേശപുത്രിമാരിലൂടെ. 1. ഈ വിരാട ഫിലിം അഥവാ ഡ്രാമയിൽ ഓരോ മനുഷ്യാത്മാവിലും അവരവരുടേതായ പൊസിഷൻ അനുസരിച്ച് മുഴുവൻ ജീവിതത്തിൻ്റെയും ജ്ഞാനം അഥവാ ആക്ട് മുൻകൂട്ടി തന്നെ മേർജ് രൂപത്തിൽ ഉണ്ട്. ജീവാത്മാവിൽ മുഴുവൻ ജീവിതത്തിൻ്റെയും തിരിച്ചറിവ് മേർജ് ആയതു കാരണം സമയമാകുമ്പോൾ എമർജ് ആകുന്നു. ഓരോരുത്തരിലും അവരവരുടെ സമ്പൂർണതയുടെ അവസ്ഥയനുസരിച്ച് ഏതൊരു അറിവ് അഥവാ ആക്റ്റാണോ മേർജ് ആയിരിക്കുന്നത് അത് തന്നെ സമയമാകുമ്പോൾ എമർജ് ആകുന്നു. അതിലൂടെ നിങ്ങൾ ഓരോരുത്തരും എല്ലാം അറിയുന്നവരായി മാറുന്നു. 2. ഈ വിരാട് ഫിലിമിലെ ഓരോ സെക്കൻഡിലെയും ആക്ട് പുതിയതായത് കാരണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് എന്ന പോലെയായിരിക്കും മനസ്സിലാകുന്നത്. ഓരോ സെക്കൻഡിലെയും ആക്ട് വേറെയായിരിക്കും. കഴിഞ്ഞ കൽപ്പത്തിലെ സമയത്തിലേതാണ് റിപ്പീറ്റ് ആകുന്നത് എങ്കിലും ഏത് സമയത്താണോ പ്രാക്ടിക്കൽ ലൈഫിൽ നടക്കുന്നത് ആ സമയത്ത് പുതിയതായി അനുഭവപ്പെടും. ഈ അറിവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ഞാൻ ജ്ഞാനം പ്രാപ്തമാക്കി കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ പോവുകയാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഇല്ല, ഏതുവരെ വിനാശം ഉണ്ടാകുന്നില്ലയോ അതുവരെയും മുഴുവൻ ആക്റ്റും
മുഴുവൻ ജ്ഞാനവും പുതിയതാണ്. 3. ഈ വിരാട ഡ്രാമയിൽ ഏതൊരു ഭാവിയാണോ തയ്യാറാക്കപ്പെട്ടത് അത് നിശ്ചയപൂർവം തന്നെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഭാവിയെ ആരെങ്കിലും മാറ്റുന്നതും ഉണ്ടാക്കുന്നതും അതെല്ലാം തൻ്റെ മേലാണ്. സ്വയം തൻ്റെ ശത്രുവും സ്വയം തൻ്റെ മിത്രവും ഞാൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വളരെ രമണീയവും സ്വീറ്റും ആക്കുകയും വേണം. 4. ഈ വിരാട ഫിലിമിൽ ഈ സഹിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കൽപ്പത്തിലുള്ള ഒരു മധുര സ്വപ്നമാണ്. കാരണം നിങ്ങൾക്ക് ഏതായാലും ഒന്നും സംഭവിക്കുന്നില്ല. ആരാണോ നിങ്ങളെ ശല്യം ചെയ്തത് അവരും പറയും, ഞാൻ ഇവരെ ഇത്രയും ശല്യം ചെയ്തു, ദുഃഖിപ്പിച്ചു. എന്നിട്ടും ഇവർ ഡിവൈൻ യൂണിറ്റിയോടെ, സുപ്രീം യൂണിറ്റിയോടെ വിജയിയായ പാണ്ഡവരായിരിക്കുന്നു. ഈ തയ്യാറാക്കപ്പെട്ട ഭാവിയെ ആർക്കും മാറ്റുവാൻ സാധിക്കില്ല. 5. ഈ വിരാട ഫിലിമിൽ നോക്കൂ, എന്ത് അതിശയമാണ്! പ്രത്യക്ഷത്തിൽ നിങ്ങൾ പാണ്ഡവരും വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ പഴയ ചിത്രങ്ങളും അടയാളങ്ങളും ഇപ്പോൾ വരെയും നിലനിൽക്കുന്നു. ഏതുപോലെ പഴയ പേപ്പറും പഴയ ശാസ്ത്രവും ഗീതാ പുസ്തകവും മറ്റും സൂക്ഷിച്ചു വയ്ക്കുന്നു. പിന്നെ അതിന് വളരെയധികം മാന്യത ഉണ്ടായിരിക്കും. അതേപോലെ പഴയ വസ്തുക്കൾ ഉണ്ടായിരിക്കുമ്പോഴും ഇപ്പോൾ പുതിയ വസ്തുക്കളുടെ ഇൻവെൻഷൻ നടക്കുന്നു. പഴയ ഗീത പ്രാക്ടിക്കലിൽ നടക്കുന്നു, പുതിയ ഗീത ഇൻവെൻ്റായി. പഴയതിൻ്റെ അവസാനം ഉണ്ടാകുന്നത് പുതിയതിൻ്റെ സ്ഥാപനം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ ജ്ഞാനത്തെ ജീവിതത്തിൽ പ്രത്യക്ഷമായി ധാരണ ചെയ്യുന്നതിലൂടെ ദുർഗയും കാളിയും മറ്റും ആയിരിക്കുന്നു. പിന്നെ പഴയ സ്ഥൂല ജഡചിത്രങ്ങളുടെ വിനാശമുണ്ടാകുന്നു, പുതിയ ചൈതന്യ സ്വരൂപത്തിൻ്റെ സ്ഥാപനയും ഉണ്ടാകുന്നു. 6. ഈ വിരാട ഫിലിമിൻ്റെ പ്ലാൻ അനുസരിച്ച് സംഗമത്തിലെ സ്വീറ്റ് സമയത്ത് അനന്യ ദേവീകുട്ടികളായ താങ്കൾ തന്നെയാണ് വികാരങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കി വൈകുണ്ഠത്തിൻ്റെ സ്വീറ്റ് ലോട്ടറി നേടുന്നത്. താങ്കളുടെ ഈ നെറ്റിത്തടം എത്ര ലക്കിയാണ്! ഈ സമയത്ത് നിങ്ങൾ നരനും നാരിയും അവിനാശി ജ്ഞാനത്തിലൂടെ പൂജ്യ യോഗ്യ ദേവതാപദം പ്രാപ്തമാക്കുന്നു. ഇത് തന്നെയാണ് ഈ സംഗമത്തിലെ സുഖകരമായ വണ്ടർഫുൾ സമയത്തിൻ്റെ വണ്ടർഫുൾ രീതി. 7. ഈശ്വരൻ സാക്ഷിയായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏത് ആക്ടേഴ്സിനെയാണോ അനേകം ആഭരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് അലങ്കരിച്ച് ഈ സൃഷ്ടിയാകുന്ന സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടി അയച്ചിരുന്നു, അവർ എങ്ങനെയുള്ള ആക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ദൈവിക കുട്ടികൾക്ക് ഗോൾഡൻ മണിയും സിൽവർ മണിയും നൽകി പറഞ്ഞിരുന്നു, ഈ അലങ്കാരങ്ങളും ഈ ആഭരണങ്ങളും അണിഞ്ഞ് പ്രസന്നമായി സാക്ഷിയായി ആക്റ്റും ചെയ്യണം, സാക്ഷിയായി ഈ കളിയെ നോക്കുകയും വേണം. കുടുങ്ങാൻ പാടില്ല. എന്നാൽ പകുതി കൽപ്പം രാജ്യഭാഗ്യം അനുഭവിച്ച ശേഷം പകുതി കൽപ്പം സ്വയം തന്നെ രചിച്ച മായയിൽ കുടുങ്ങിപ്പോയി. ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഈ മായയെ ഉപേക്ഷിക്കൂ. ഈ ജ്ഞാനമാർഗത്തിൽ വികാരി കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞ് നിർവികാരിയ ആകുന്നതിലൂടെ ആദിമധ്യാന്ത്യം ദുഃഖത്തിൽ നിന്നും ഒഴിവായി ജന്മജന്മാന്തരങ്ങളിലേക്കായി സുഖം പ്രാപ്തമാകും. 8. തന്നേക്കാൾ ഏതെങ്കിലും ഉയർന്ന അവസ്ഥയുള്ള ആരിലൂടെയെങ്കിലും അഥവാ ഏതെങ്കിലും മുന്നറിയിപ്പ് ലഭിക്കുന്നുവെങ്കിൽ അതിനെ രഹസ്യയുക്തമായി എടുക്കുന്നതിൽ തന്നെയാണ് മംഗളം ഉള്ളത്. അതിൻ്റെ ഉള്ളിലെ രഹസ്യം അറിയേണ്ടത് ആവശ്യമാണ്. ഇതിൽ തീർച്ചയായും ഏതെങ്കിലും മംഗളം അടങ്ങിയിട്ടുണ്ട്. ഈ ഏതൊരു പോയിന്റ് എനിക്ക് ഇവരിലൂടെ ലഭിച്ചുവോ അത് തീർത്തും യഥാർത്ഥമാണ്. അതിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ്. കാരണം അഥവാ എന്നിലൂടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ ആ പോയിന്റ് ഓർമ്മ വരുന്നതിലൂടെ സ്വയം തന്നെ കറക്റ്റ് ചെയ്യും.
അതിനാൽ ഏതൊരു മുന്നറിയിപ്പ് ആയിരുന്നാലും വളരെ വിശാല ബുദ്ധിയോടെ ധാരണ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉന്നതി പ്രാപ്തമാക്കുവാൻ സാധിക്കും. 9. ഇപ്പോൾ നിങ്ങൾക്ക് നിത്യവും അന്തർമുഖമായി യോഗത്തിൽ ഇരിക്കേണ്ടതുണ്ട്. കാരണം അന്തർമുഖമാകുന്നതിലൂടെ സ്വയം തന്നെ നോക്കാൻ സാധിക്കും. കേവലം നോക്കുക മാത്രമല്ല, പരിവർത്തനപ്പെടുത്താനും സാധിക്കും. ഇതുതന്നെയാണ് സർവോത്തമ അവസ്ഥ. ഓരോരുത്തരും തങ്ങളുടെ സ്റ്റേജ് അനുസരിച്ച് പുരുഷാർത്ഥിയാണ് എന്നറിയാമായിരിക്കെ ഏതെങ്കിലും പുരുഷാർത്ഥിയുടെ കാര്യത്തിൽ ആർഗ്യൂ നടക്കുക സാധ്യമല്ല. കാരണം അവർ അവരുടെ സ്റ്റേജ് അനുസരിച്ചുള്ള പുരുഷാർത്ഥിയാണ്. അവരുടെ സ്റ്റേജിനെ കണ്ടുകൊണ്ട് അതിൽ നിന്നും ഗുണം എടുക്കൂ. അഥവാ ഗുണമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ വിട്ടേക്കൂ. 10. നിങ്ങൾ സദാ തൻ്റെ സർവോത്തമ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വയം തന്നെ നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിഗത പുരുഷാർത്ഥികളാണ്. നിങ്ങൾ തൻ്റെ ഭാഗത്ത് ദൃഷ്ടി വെച്ചുകൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കൂ. ആര് എന്തു തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും ഞാൻ സ്വന്തം സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. അന്യരാരെയും നോക്കാൻ പാടില്ല. തൻ്റെ ബുദ്ധി യോഗബലത്തിലൂടെ ഞാൻ അവരുടെ അവസ്ഥയെ അറിയണം. അന്തർമുഖതയുടെ അവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് അനേകം പരീക്ഷകളിൽ പാസ്സാകാൻ സാധിക്കുന്നത്. ശരി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ് ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ് ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് 1 സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ് ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യും. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയെ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു. മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്.
പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു. ढूंढते हैं लोग तुमको, तूने ढूंढा हमें आकर। ढूंढते हैं लोग तुमको, तूने ढूंढा हमें आकर। किया एहसान जो हम पे चुकाया वो नहीं जाता। तेरा वो प्यार है बाबा जो समझाया नहीं जाता। बरस जा